ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF ഒരു കൊടുങ്കാറ്റായി മാറിയ ജില്ലയാണ് കോഴിക്കോട്. ആകെയുള്ള 13 സീറ്റുകളിൽ 12 സീറ്റുകളും UDF നേടി. കയ്യിലുണ്ടായിരുന്ന വടകരയ്ക്കും കൊടുവള്ളിക്കും പുറമെ 10 സീറ്റുകൾ കൂടി UDF പിടിച്ചെടുത്തു. നാദാപുരവും കൊയിലാണ്ടിയും ബാലുശ്ശേരിയും ഏലത്തൂരും കോഴിക്കോട് നോർത്തും എന്നിങ്ങനെ 5 ജില്ലകൾ കോൺഗ്രസ് പിടിച്ചെടുത്തപ്പോൾ കുറ്റ്യാടി, പേരാമ്പ്ര, കുന്നമംഗലം, തിരുവമ്പാടി, കോഴിക്കോട് സൗത്ത് എന്നീ മണ്ഡലങ്ങൾ മുസ്ലിം ലീഗും പിടിച്ചെടുത്തു. അതിൽ TP രാമകൃഷ്ണൻ മുതൽ മന്ത്രി ശശീന്ദ്രൻ വരെ കടപുഴകി വീണു. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു മുന്നേറ്റം നടത്തിയ UDFന് അതിൻ്റേതായ പ്രതിഫലം അല്ലെങ്കിൽ സമ്മാനം നൽകേണ്ടത് UDFൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിനേക്കാളും കുറച്ചു സീറ്റുകൾ ജയിച്ച കോട്ടയത്തും കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമെല്ലാം 2 മന്ത്രിമാരോ അതിൽ കൂടുതലോ ഉള്ള ഒരു സാധ്യത പറയുമ്പോൾ കോഴിക്കോട് മാത്രം ഒന്നുപോലും ഉറപ്പില്ലാത്തത് ശരിയല്ല എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ തന്നെ അഭിപ്രായമായി ഇപ്പോൾ വന്നിട്ടുള്ളത്. CPMന് ഏറ്റവും വലിയ വിശ്വസ്ത കോട്ടയായിരുന്ന കോഴിക്കോട് ജില്ലയെ വലതുവശത്തേക്ക് തിരിച്ചത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് തിരിച്ചു വന്നത് വലിയ അധ്വാനത്തിലൂടെയാണ്. കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും ശക്തനായ DCC അധ്യക്ഷനാണ് ഇപ്പോഴുള്ള അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ. അദ്ദേഹം MLAയുമായി അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാറിന് ലഭിച്ചത് ഉജ്ജ്വല വിജയമാണ്. കോൺഗ്രസിനെ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനം കൊണ്ട് കോഴിക്കോട് DCC വളരെ വലിയ ശക്തിയായി മാറുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു. കോഴിക്കോട് DCC ഓഫീസ് തന്നെ അതിൻ്റെ ദൃഷ്ടാന്തമാണ്. KPCC ഓഫീസിൽ പോലും ഇല്ലാത്ത അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു കെട്ടിടം തന്നെ ജില്ലയിലെ കോൺഗ്രസ് കൂട്ടായ്മയുടെയും അവരുടെ പ്രവർത്തനത്തിൻ്റെയും ദൃഷ്ടാന്തമായി നിലനിൽക്കുന്നു. ഇത്രയും പറഞ്ഞത് കോഴിക്കോട് ഉണ്ടായത് ചക്ക വീണപ്പോൾ മുയൽ ചത്ത ഒരു വിജയമല്ല എന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. പൊരുതി നേടിയ വിജയമാണത് കോഴിക്കോട് കണ്ടത്. അത് ഷാഫി പറമ്പിലും MK രാഘവനും ജയിച്ചപ്പോഴും അതുപോലെ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്തപ്പോഴും എല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം ഇപ്പോൾ പറയേണ്ടി വരുന്നത് കോഴിക്കോടിന് മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. തീർച്ചയായും 2 മന്ത്രിമാരെയെങ്കിലും കിട്ടാവുന്നൊരു ജില്ലയാണ് കോഴിക്കോട്. അതിലൊന്ന് പാറക്കോൽ അബ്ദുള്ള മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി കുറ്റ്യാടിയിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നൊരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനവും മുസ്ലിം ലീഗ് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇനി കോൺഗ്രസിൽ ആരാണ് മന്ത്രി എന്നുള്ളത് വലിയ ചർച്ചയായിട്ടുണ്ട്. അതും ഇന്നലെ മുതലാണ് ആ ചർച്ചയ്ക്ക് ശക്തി കൂടിയത്. കാരണം പുറത്തു വന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ കോൺഗ്രസിന് 2 സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ ഫലം വന്നപ്പോഴേക്കും കോൺഗ്രസ് മത്സരിച്ച 5 സീറ്റുകളും വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് സമ്മാനം നൽകാൻ വേണ്ടി മാത്രമല്ല, ഇനി ആ പാർട്ടി ഇതേ ശക്തിയോടെ തന്നെ ജില്ലയിൽ നിലനിൽക്കണമെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം നൽകണമെന്ന് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അഭിപ്രായം ഉയർന്നു വന്നിരിക്കുന്നു. അതിൽ യുവനേതാക്കളായ KM അഭിജിത്ത് നാദാപുരത്തും VT സൂരജ് ബാലുശ്ശേരിയിലും വിദ്യാ ബാലകൃഷ്ണൻ ഏലത്തൂരും വിജയിച്ചിട്ടുണ്ട്. അവർ മന്ത്രിയാകാനുള്ളൊരു പരുവത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവർക്കിനിയും ഒട്ടേറെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നറുക്കു വീഴാൻ പോകുന്നത് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനാണോ അല്ല KPCC ജനറൽ സെക്രട്ടറി K ജയന്തിനാണോ എന്നത് ഉറപ്പായിട്ടില്ല. അതിൽ എന്ത് മാനദണ്ഡമാണ് പരിഗണിക്കുന്നത് എന്നുള്ളതും വ്യക്തമല്ല. അതായത് 2 പേരും KC വേണുഗോപാലിനോട് ആഭിമുഖ്യം പുലർത്തുന്ന MLAമാരാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു പിടിവലി ഉണ്ടാകില്ല. എങ്കിലും പ്രധാനമായും വിഷയമാകുന്നത് ജാതി സമവാക്യങ്ങളാണ്. അതിൽ പ്രവീൺ കുമാർ നായർ സമുദായവും അതുപോലെ K ജയന്ത് ഈഴവ സമുദായത്തിൽപ്പെടുന്ന ആളുമാണ്. മുഖ്യമന്ത്രി പദത്തിലെത്താൻ പോരാട്ടം നടത്തുന്നവരെല്ലാം തന്നെ നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. അതുപോലെ മന്ത്രിമാരുടെ സാധ്യതാ പട്ടികയിലുള്ള വിഷ്ണുനാഥ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുരളീധരൻ അടക്കമുള്ള ഒട്ടേറെ പേർ നായന്മാരാണുള്ളത് എന്നുള്ളത് കൊണ്ടും അവർ മന്ത്രിമാരായാൽ ആ സമുദായത്തിൽ നിന്നും മറ്റുള്ളവർ എത്ര പേർ ഉണ്ടാകുമെന്നുള്ളതും വ്യക്തമല്ല. ഇനി സമുദായത്തെ പരിഗണിക്കാതെ തന്നെ മറ്റുള്ള തീരുമാനമെടുക്കാനുള്ളൊരു നട്ടെല്ലുണ്ടായാൽ ആരും മന്ത്രിയായേക്കാം. ഇനി K ജയന്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. പൊതുവെ നായർ MLAമാരെ അപേക്ഷിച്ച് ഈഴവ സമുദായ അംഗങ്ങൾ കുറവാണ് കോൺഗ്രസിൽ. മാത്രമല്ല മന്ത്രിയാകാൻ പരിഗണിക്കുന്നവരും ജയന്തിനെ കൂടാതെ ലിജുവോ ബിന്ദു കൃഷ്ണയോ ആണ് എന്നാണ് അറിയുന്നത്. പക്ഷേ അവരുടെ ജില്ലകളിൽ നിന്നും മന്ത്രിമാർ കൂടുതൽ ഉള്ളതാണെങ്കിൽ
അത് ജയന്തിന് സാധ്യതയേറും. മാത്രമല്ല, മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ MP ഒരു മന്ത്രിസ്ഥാനം തൻ്റെ അനുയായികൾക്ക് ഒരാൾക്ക് കൊടുക്കണമെന്ന് വാശി പിടിച്ചാൽ അവിടെയും K. ജയന്തിന് മന്ത്രിയാകാൻ എളുപ്പമായി. മാത്രമല്ല, ഈഴവ സമുദായത്തെ തഴയുകയാണെന്നും മന്ത്രിസ്ഥാനം നൽകണമെന്നുള്ളൊരാവശ്യം ശക്തമായാൽ പ്രത്യേകിച്ച് മലബാറിൽ നിന്നുള്ള K. ജയന്തിന് മന്ത്രിസ്ഥാനം ലഭിക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോടിനൊരു മന്ത്രിസ്ഥാനം നൽകണമെന്നുള്ളത് കോൺഗ്രസിനോട് ജനാധിപത്യ കേരളം തന്നെ ആവശ്യപ്പെടുന്നൊരു കാര്യമായി മാറിയിരിക്കുകയാണ്.